ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പരിപ്പ് പായസം ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യമുള്ള സാധനമൊക്കെ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിൻ ഐറ്റംസ് ആയ തേങ്ങാപ്പാലില്ല, തേങ്ങാപ്പാൽ പുറകെ വരുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ ശർക്കരയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് നുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണേ. അത് ഞാൻ ഈ ചെറിയൊരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശർക്കര ഇവിടെ ഉരുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ തുമ്പിച്ചൻ വൈകുന്നേരം അംഗനവാടി വന്നിട്ടുണ്ട്. സനീഷാണ് പോയി കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ. ഉച്ചയ്ക്ക് ഞങ്ങൾ വെളിയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കൊണ്ട് മധുരം എന്തെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പരിപ്പ് പായസം ഉണ്ടാക്കാതെ. അങ്ങനെ പരിപ്പ് പായസം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ര വലിയ വശമൊന്നുമില്ല, യൂട്യൂബൊക്കെ നോക്കിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓണത്തിനൊന്നും ഉണ്ടാക്കിയതേ ഉള്ളൂ, അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അത് കാരണം ഞാൻ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് മാറ്റി. ഇനി നമുക്ക് കുക്കറിലിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കഴുകുന്നത്. നന്നായിട്ടൊന്ന് ഞാനൊരു 3-4 പ്രാവശ്യത്തോളം നന്നായിട്ടതൊന്ന് കഴുകി. അപ്പോഴേക്കും തുമ്പിച്ചൻ അംഗനവാടിയിൽ നിന്ന് ബുക്കൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ബുക്കിൻ്റെ ഫ്രണ്ടിൽ ടീച്ചർ ഒരു പൂ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി പുള്ളിക്കാരത്തി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും ഓടിക്കൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ കുക്കറിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. തുമ്പിച്ചൻ പിന്നെ ഇന്ന് എഴുതി പഠിച്ചതും പിന്നെ ഇന്ന് കിട്ടിയ ഹോംവർക്കും ഇതൊക്കെ കൊണ്ട് കാണിക്കുവാണേ. സനീഷേട്ടനാണ് നമ്മുടെ പായസത്തിന് വേണ്ട തേങ്ങ ഇവിടെ പൊട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വെള്ളത്തിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് തുമ്പിച്ചൻ. ഞങ്ങൾ 3 തേങ്ങയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇളവൻ തേങ്ങ ആയ കാരണം നന്നായിട്ട് പാല് കിട്ടും. അതുകൊണ്ട് 3 തേങ്ങയാണ് എടുത്തത്. തേങ്ങാവെള്ളം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അങ്ങ് ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിക്കാൻ തുടങ്ങി. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ ഞാൻ അടുപ്പിച്ചു. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിലൂടെ അടുപ്പിച്ച്. തേങ്ങ ചിരണ്ടുന്നതും തേങ്ങാപ്പാൽ എടുക്കുന്നതും ഒക്കെ നമ്മുടെ സനീഷ് ഭായാണ്. അങ്ങനെ എൻ്റെ അസിസ്റ്റൻറ്റ് തേങ്ങാപ്പാലൊക്കെ എടുത്തെനിക്ക് തന്നു. 1-ാം പാലും 2-ാം പാലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് നമ്മുടെ ഉരുളിയിലേക്ക് മാറ്റുകയാണ്. കാരണം ഉരുളിയിലിട്ട് വെക്കാനാണല്ലോ എളുപ്പം, ഇളക്കാനും ഒക്കെ നല്ല എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ ഉരുളിയിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മളുടെ ശർക്കരപ്പാനി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ശർക്കരപ്പാനി ആയതിന് അത് നമ്മൾ ആറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ശർക്കരയിൽ എന്തെങ്കിലും മണ്ണോ കരിമ്പിൻ്റെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ല ശർക്കരയായിരുന്നു, പറയത്തക്ക വലിയ വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് നമ്മളിത് ഈ പരിപ്പിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ഉടയ്ക്കുകയോ കാര്യമൊന്നും ചെയ്തില്ല. കാരണം ഈ പാനിയിൽ കിടന്നത് നന്നായിട്ട് ഇളയ്ക്കുമ്പോഴേക്കും പരിപ്പ് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാണ് ശർക്കര പാനിയിലേക്ക് ഞാൻ പരിപ്പൊക്കെ ആക്കി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കശുവണ്ടി മുന്തിരിങ്ങായും ഒക്കെ ഞാൻ നെയ്യിൽ വറുത്തെടുക്കുവാണേ. ചെറിയ തേങ്ങാക്കൊത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ വറുത്തിടുന്നത് നല്ലതാണ്. പക്ഷേ എനിക്കിങ്ങനെ പായസത്തിൽ തേങ്ങാക്കൊത്ത് ഇടുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ സനീഷേട്ടനാണ് തേങ്ങ പൊതിക്കുന്നതും ചിരണ്ടുന്നതൊക്കെ എനിക്ക് മേലാത്തതുകൊണ്ട്, അതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ എങ്ങനെ പറയുന്നതെന്ന് ഓർത്ത് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 2-ാം പാൽ ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും ഏലക്കായും ജീരകവും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് പൊടിച്ചതാണ് കേട്ടോ. അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കും ഇടാം, ഞങ്ങൾ പക്ഷേ ചുക്കൊന്നും ഇടുന്നില്ല, ഇതേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരുമ്പോഴേക്കും നമ്മൾ തലപ്പാലൊഴിച്ച്, അതായത് 1-ാം പാലൊഴിച്ച് തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായിട്ട് താത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് പായസത്തിൻ്റെ പരിപാടി. അങ്ങനെ അണ്ടിപ്പരിപ്പും മുതിരിങ്ങായും ഒക്കെ അതിലേക്ക് ഇട്ടു. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി ഞങ്ങളത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം അപ്പുറം നമ്മുടെ തുമ്പിച്ചൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് കല്ലുവിൻ്റെ അമ്മ സുകന്യ. അവർക്കിതേ ഞങ്ങൾ പായസം കൊണ്ട് കൊടുത്തു. അവർ ഞങ്ങൾ വിഷയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ അപ്പുറം നമ്മുടെ ജോലി ചേച്ചിക്കും കുറച്ച് കൊടുത്തു. വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മലായിരുന്നു, എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് കേട്ടോ വീഡിയോ എടുത്തത് ജോലി ചേച്ചിയുടെ. പിന്നെ നമ്മുടെ അനുക്കുട്ടിയാണ് കേട്ടോ. അവൾ നമ്മുടെ സ്വന്തം ആളാണ്, എപ്പോഴും വരും, എന്തുണ്ടെങ്കിലും എനിക്ക് കൊണ്ട് തരും കേട്ടോ. എന്തൊരു മുട്ടായി കിട്ടിയാലും എനിക്ക് ഓടിക്കൊണ്ട് തരും. അപ്പം അനുക്കുട്ടിക്കും പായസം കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ നൈലു ബേബിക്ക് കൊടുക്കാൻ വേണ്ടി പോയേ. ഇത് ഞങ്ങളുടെ സനീഷേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ നാത്തൂനും കുഞ്ഞുമൊക്കെയാണ്. അങ്ങനെ അവർക്കും കൊടുത്തു. പിന്നെ എൻ്റെ ഒരു മെയിൻ സപ്പോർട്ടറാണ് ഇവൾ, ശരണ്യ. എൻ്റെ ലൈവിൽ എല്ലാവരും തിരക്കുന്ന ആളാണ്. ശരണ്യയ്ക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പായസമായിട്ട് വന്നത്. അവളതുകൊണ്ട് അവളുടെ കോലം വളരെ മോശമായതുകൊണ്ട് അവൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല, കണ്ണും പൊത്തി മുഖം പൊത്തി നടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന
ഒരാളാണ് കേട്ടോ. എൻ്റെ ഒരു അനിയത്തിനെ പോലെയാണ് അവൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം പായസമൊക്കെ ഞങ്ങളും കുടിച്ചു, ബാക്കി എല്ലാവർക്കും ഒക്കെ കൊടുത്തു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.